നമ്മൾ ഉത്സവം കാണാൻ പോണേ. അപ്പൊ ഗൈസ് നിങ്ങളോട് ഉത്സവത്തിൽ അർമാദിക്കാണ്. ഇതൊക്കെ നമ്മളെ ചങ്ക് അയൽവാസി ചേച്ചിമാരാണ്. ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഉത്സവം. ചെറുപ്പത്തിലെല്ലാം ഉത്സവത്തിനൊക്കെ പോയിരുന്നത്. പണ്ടത്തെ ഓർമ്മക്ക് ഉത്സവത്തിനൊന്ന് വളയിട്ട്, അതൊക്കെ രാവിലെ ആയിരുന്നു വളയിടുക. വൈകുന്നേരത്തിനേക്കാളും വില കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക രാവിലെ. അപ്പം അങ്ങനെ ഇപ്പം രാവിലെ കൊണ്ടുപോകും വളയിടാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഞങ്ങളൊക്കെ ഭൂതം എന്നായിരുന്നു കുഞ്ഞുനാളിൽ പറഞ്ഞിരുന്നത്. ഇങ്ങനെ കെട്ടിയ രൂപങ്ങളൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ഇങ്ങനെ ഈ ചെണ്ടൊക്കെ കൊട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മളടുത്തേക്കൊക്കെ വരും, പൈസക്കൊക്കെ വരും. ഓരോരോ ഓർമ്മകളാണ് ഇതൊക്കെ. വല്യമ്മൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഭയങ്കര രസമായിരുന്നു. വല്യമ്മാൻ്റെ കൂടെ ഉത്സവത്തിന് പോകലും കൈ പിടിച്ചിട്ട് പോകലും വള വാങ്ങിത്തരും. അതുപോലെ വല്യമ്മാൻ്റെ അടുത്തൊക്കെ പൈസ ഒക്കെ വാങ്ങാൻ തുണിയൊക്കെ എടുത്തിട്ടല്ലേ വരിക, തുണി തപ്പാനൊക്കെ വരും. നല്ല രസമായിരുന്നു സംഭവം. അപ്പം ആ ഓർമ്മക്ക് നല്ല പോയതായിരുന്നു. മക്കൾ ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി. നമ്മൾ നല്ല അടിപൊളി ഗ്രീൻ പീസ്, നെല്ലിക്ക ഉപ്പിലിട്ടത്, നമുക്കുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. ചക്രമിഠായി ഒക്കെ വാങ്ങി. ഇവിടെ ഗാനമേളൊക്കെ ആയിട്ട് ഇപ്രാവശ്യത്തെ ഉത്സവം കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ ഒരുപാട് ഉഷാറായിരുന്നു. നല്ല ചെണ്ടമേളൊക്കെ ആയിട്ട് ഞങ്ങൾ എൻ്റെ ഇളാമ്മൻ്റെ വീടിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ അമ്പലത്തിനുള്ളിലുള്ള ഈ ചെണ്ടമേളവും ഇതൊക്കെ കണ്ട് അടിപൊളി പരിപാടി സംഗതി. ഒരുപാട് ഓർമ്മകൾ ഒന്നും കൂടെ അയവിറക്കിയൊക്കെ ചെയ്ത് ഉത്സവമൊക്കെ കൂടി വീട്ടിലെത്തി. രാത്രി 12 മണി 1 മണി ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ. ഇനി 2-3 ഉത്സവം കൂടി വീടിൻ്റെ അടുത്തുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോവാറില്ല. ഈ ഒരു ഉത്സവത്തിനാണ് കാര്യമായിട്ട് പോവുക. താങ്ക് യു.